നമസ്കാരം സുഹൃത്തുക്കളെ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫോട്ടോഷോപ്പിൻ്റെ ബേസിക് കാര്യങ്ങളാണ് നോക്കിയത്. അതായത് ഒരു ഡോക്യുമെൻ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, ആ ഡോക്യുമെൻ്റ് സൈസ് എങ്ങനെ കൊടുക്കാം, അതിൻ്റെ കളർ അതായത് CMYKയോ RGBയോ അതെങ്ങനെ സെലക്ട് ചെയ്യാം, പിന്നെ ലെയർ വൈസ് ആയിട്ട് എങ്ങനെ നമ്മൾ ഡിസൈൻ അല്ലെങ്കിൽ ആർട്ട് വർക്ക് ഫോട്ടോഷോപ്പിൽ ക്രിയേറ്റ് ചെയ്യാം, ആ ലെയർ വൈസ് ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണ്, അതൊക്കെയാണ് നമ്മൾ നോക്കിയത്. ഫസ്റ്റ് പാർട്ടിൽ ഞാൻ പറഞ്ഞിരുന്നു ഫോട്ടോഷോപ്പ് ഒരു റാസ്റ്റർ സോഫ്റ്റ്വെയർ ആണ്. ഈ എപ്പിസോഡിൽ ഞാൻ പറയുന്ന റാസ്റ്ററും വെക്ടറും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ്. അതിന് കാണിക്കുന്നതിന് വേണ്ടി നമുക്ക് AI-യിൽ പോകാം, അതായത് അഡോബ് ഇല്ലുസ്ട്രേറ്ററിൽ. ഇവിടെ ഞാനൊരു വെക്ടർ ഫയലും ഒരു റാസ്റ്റർ ഫയലും കാണിച്ചിട്ടുണ്ട്. മുകളിൽ കാണുന്നത് വെക്ടർ ഫയലാണ്. വെക്ടർ ഫയൽ എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അതിനെ നമുക്ക് സൂം ചെയ്ത് നോക്കാം. ഇത് ശ്രദ്ധിക്കുക, വെക്ടർ ഫയൽ എത്ര സൂം ചെയ്താലും അതിൻ്റെ എഡ്ജസ് പക്ക ഷാർപ്പായിരിക്കും. എന്നാൽ നമുക്ക് റാസ്റ്റർ ഫയലിൽ പോവാം. റാസ്റ്റർ ഫയൽ സൂം ചെയ്യുമ്പോൾ നോക്കൂ, അതിൻ്റെ എഡ്ജസ് ഇങ്ങനെ പിക്സലൈറ്റ് ആയിട്ട് കാണും. അപ്പം ഫോട്ടോഷോപ്പിൽ നിന്ന് സേവ് ചെയ്യുന്ന ഒരു ഫയൽ, അത് TIFF ആയാലും അത് PDF ആയാലും PSD ആയാലും വേറെ ഏത് ഫോർമാറ്റ് ആണെങ്കിലും ഫോട്ടോഷോപ്പിൽ നിന്ന് ഔട്ട് എടുക്കുന്ന അല്ലെങ്കിൽ സേവ് ചെയ്യപ്പെടുന്ന ഒരു ഫയൽ ഈ ഫോർമാറ്റിലാണ് നമുക്ക് കിട്ടുള്ളൂ. ഇനി ഈ റാസ്റ്ററും വെക്ടറും യൂസ് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. മെയിനായിട്ട് വെക്ടർ ഫയൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ലേസർ കട്ടിങ്, പ്ലോട്ടിങ്, അല്ലെങ്കിൽ ഒരു ബോക്സ് ഒക്കെ പ്രൊഡക്റ്റ് ബോക്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഡൈലൈൻ വരയ്ക്കാൻ. ഡൈലൈൻ ഞാൻ കാണിച്ചു തരാം, അതിൻ്റെ ഡൈലൈൻ്റെ സാമ്പിൾ ഇതാണ്. ഡൈലൈൻ എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതേപോലെ ഒരു ബോക്സ് ഉണ്ടാക്കുന്നെങ്കിൽ ഇതേപോലത്തെ ഒരു ഡൈലൈൻ. അപ്പോൾ ഈ ഡൈലൈൻ ഒന്നും ഒരിക്കലും നമുക്ക് ഫോട്ടോഷോപ്പിൽ ഉണ്ടാക്കാൻ പറ്റില്ല. അത് കോറൽ ഡ്രോയിലോ ഇല്ലുസ്ട്രേറ്ററിലോ മാത്രമാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അപ്പോൾ റാസ്റ്റർ ഫയലിന് പോയി. റാസ്റ്റർ ഫയൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോട്ടോഷോപ്പിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഫയലുകൾ മെയിനായിട്ട് നമ്മളത് ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്യാനോ ഒരു എഫക്റ്റ് ഉണ്ടാക്കാനോ അതിനൊക്കെ ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഈ ഫോട്ടോഷോപ്പിൽ നിന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഫയലുകളെ നമ്മൾ മെയിനായിട്ട് ഇല്ലുസ്ട്രേറ്ററിലോ അല്ലെങ്കിൽ കോറൽ ഡ്രോയിലോ ഒക്കെ ലിങ്കായിട്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് അതിൻ്റെ ടെക്സ്റ്റുകളും കാര്യങ്ങളും അങ്ങനെയുള്ള ഫയലൊക്കെ നമ്മൾ ബെറ്ററായിട്ട് ക്രിയേറ്റ് ചെയ്താണ് ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നത്. ആ സംഭവത്തിൻ്റെ ക്ലാസ് നമ്മൾ പിന്നീട് വരുന്നുണ്ട്, എങ്ങനെ ലിങ്കായിട്ട് ഫോട്ടോഷോപ്പിൽ നിന്ന് ഇമേജും ഒബ്ജക്റ്റുകളും ഈ എഫക്റ്റ് ക്രിയേറ്റ് ചെയ്ത ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ എങ്ങനെ ഇമ്പോർട്ട് ചെയ്ത് നമ്മൾ ഇല്ലുസ്ട്രേറ്ററിലേക്ക് കൊണ്ടുവരാമെന്നുള്ളത് മറ്റൊരു എപ്പിസോഡിൽ പറയുന്നതാണ്. അപ്പോൾ ഇതാണ് വെക്ടറും റാസ്റ്ററും തമ്മിലുള്ള ഡിഫറൻസ്. അതായത് വെക്ടർ ഫയലുകൾ പക്ക ഷാർപ്പായിരിക്കും, എത്ര സൂം ചെയ്താലും അതിൻ്റെ എഡ്ജ് പൊട്ടാതെ ക്ലിയർ ആയിരിക്കും. റാസ്റ്ററിൻ്റെ സൂം ചെയ്ത് കഴിയുമ്പോൾ പിക്സലേറ്റഡ് ആയിരിക്കും. വെക്ടർ ഫയലുകൾ മെയിനായിട്ട് പ്ലോട്ടിങ്ങിനും ലേസർ കട്ടിങ്ങിനും ഡൈ മേക്കിങ്ങിനും ഒക്കെ ഔട്ട് വേണ്ടത് വെക്ടർ ഫോർമാറ്റിലാണ്. അത് നമുക്ക് അഡോബ് ഇല്ലുസ്ട്രേറ്ററിലും കോറൽ ഡ്രോയിലും ഒക്കെ അങ്ങനെ ഔട്ട് എടുക്കാൻ പറ്റും. നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റും. ഒരു ലോഗോയെ നമുക്ക് ട്രേസ് ചെയ്ത് വെക്ടർ ഫയൽ ആക്കാൻ പറ്റും ഇല്ലുസ്ട്രേറ്ററിലും കോറൽ ഡ്രോയിലും. ഇനി നമുക്ക് വെക്ടറായിട്ട് ഇല്ലുസ്ട്രേറ്ററിൽ നിന്ന് സേവ് ചെയ്ത ഒരു ഫയലിനെ അഡോബ് റീഡറിലോ അല്ലെങ്കിൽ ആക്രോബാറ്റ് റീഡറിലോ ഓപ്പൺ ചെയ്ത് നോക്കാം. സൂം ചെയ്ത് നോക്കാം. ഇത് കണ്ടോ, എഡ്ജസ് ഒക്കെ വളരെ ഷാർപ്പായിരിക്കും. ഇനി ഈ സെയിം ഫയലിനെ തന്നെ ഓപ്പൺ വിത്ത് ഫോട്ടോഷോപ്പ് കൊടുക്കുക. ഫോട്ടോഷോപ്പിൽ ഓപ്പൺ ചെയ്യാം. സെയിം ഫോർമാറ്റിൽ തന്നെ സേവ് ആസ് കൊടുത്തിട്ട് നമുക്ക് സെയിം ഫോർമാറ്റിൽ തന്നെ സേവ് ചെയ്യാം, അതായത് PDF ഫോർമാറ്റിൽ. നമുക്ക് വെക്ടർ എന്നുള്ളിടത്ത് റാസ്റ്റർ എന്നാക്കാം.
സേവ് ചെയ്യാം. ശേഷം നമുക്ക് അഡോബ് റീഡറിലോ ആക്രോബാറ്റ് റീഡറിലോ ഓപ്പൺ ചെയ്ത് നോക്കാം. എന്നിട്ട് നമ്മൾ സൂം ചെയ്ത് നോക്കുക. ഇപ്പോൾ കാണാം ഫയലിൻ്റെ വ്യത്യാസം. ഫയൽ കണ്ടോ, എഡ്ജസ് പിക്സലേറ്റഡ് ആയി. അതാണ് നമ്മൾ ഫോട്ടോഷോപ്പിൽ നിന്ന് സേവ് ചെയ്യുമ്പോഴും ഇല്ലുസ്ട്രേറ്ററിൽ നിന്ന് സേവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫയലും തമ്മിലുള്ള ഡിഫറൻസ് വരിക. അതായത് ഇല്ലുസ്ട്രേറ്ററിൻ്റെ വെക്ടർ പെർഫെക്റ്റ് ആയിരിക്കും, ഫോട്ടോഷോപ്പിൽ നിന്ന് ഇടുന്ന രാസ്റ്റർ ഇതേപോലെ പിക്സലേറ്റ് ആയിരിക്കും. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.